സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 19 8 തിരുവചനം. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നോമ്പുകാല ധ്യാന ചിന്തയായി നോമ്പ് അനുതാപവും പ്രായശ്ചിത്തവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയം ഇന്ന് തിരുവചനം ധ്യാനിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം നാം പഠിച്ചാൽ ഒരു മനുഷ്യന് രക്ഷ ലഭിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. പാപിയായ ഒരു മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനെന്ന് പറയാം. അഥവാ അന്യായത്താൽ, അനധികൃതമായ ധനസമ്പാദനത്താൽ ധനവാനായ ഒരു മനുഷ്യൻ. അനേകരെ ചതിച്ച് ധനവാനായ ഒരു മനുഷ്യൻ. നികുതി പിരിക്കുന്ന മനുഷ്യനായിരുന്നു സക്കായി. എന്നാൽ ഈ മനുഷ്യൻ അന്യായമായി നികുതി ഈടാക്കിക്കൊണ്ട് അധികമായി നികുതി പിരിച്ച് അനധികൃത സമ്പത്ത് കൊണ്ട് ധനവാനായി തീർന്നു. എന്നാൽ ഈ മനുഷ്യന് സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, ആശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ യേശു എങ്ങനെയുള്ള ദൈവമെന്ന് കാണുവാൻ പരിശ്രമിക്കുകയാണ്. മറ്റു പരിശ്രമങ്ങളൊന്നും, അഥവാ സക്കായിയുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ദൈവസംബന്ധമായ അന്വേഷണങ്ങളിലൊന്നും അവന് സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവൻ, യേശുവിലൂടെ ലഭിക്കുന്ന സമാധാനത്തെ കാംക്ഷിച്ചു. യേശുവിനെ കാണുവാനായിട്ടുള്ള അവൻ്റെ പരിശ്രമം വിജയിച്ചതായിട്ടാണ് നാം കാണുന്നത്. ഒരു പരിശ്രമം നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി നമുക്കുണ്ടായാൽ തീർച്ചയായും ആ ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനിടയാവും. സക്കായിയുടെ ജീവിതം നമ്മെ അതാണ് ഓർപ്പിക്കുന്നത്. പാപത്തിൽ ജീവിച്ച ഈ മനുഷ്യൻ യേശുവിനെ കാണുവാനുള്ള പരിശ്രമം നടത്തുകയാണ്. ആ പരിശ്രമം യേശുവുമായിട്ടുള്ള സംഭാഷണത്തിന് വഴിയൊരുക്കുന്നു. യേശുവിനെ കാണുന്നു, യേശുവിൻ്റെ മുമ്പിൽ തൻ്റെ ഗതകാല പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നു. മാത്രമല്ല, അവൻ ആരോടെല്ലാം ചതിവായി, അന്യായമായി, അനധികൃതമായി ധനം പിരിച്ചെടുത്തോ അതെല്ലാം തിരിച്ചു കൊടുക്കുവാനായിട്ട് അവൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ചെയ്ത മാത്രയിൽ
അഥവാ ഈ തീരുമാനമെടുത്ത മാത്രയിൽ തന്നെ കർത്താവ് അവനോട് പറയുന്നു, നീ ഇന്നു മുതൽ അബ്രഹാമിൻ്റെ മകനായി തീർന്നിരിക്കുകയാണ്, അഥവാ ദൈവ പൈതലായി തീർന്നിരിക്കുകയാണ്. യഥാർത്ഥമായ നോമ്പ് അനുതാപത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും നയിക്കുന്നതാണ്. ആമേൻ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം.